നിന്റെ അവിടുത്തെ പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് പറയേ. അതെല്ലാം ഞാൻ തീർത്തു തരാം. പ്രശ്നം പ്രശ്നമൊന്നുമില്ല. പിന്നെ നിനക്ക് അവിടെ പോകാൻ പേടിയാണെന്ന് പറഞ്ഞതോ? അതെന്തിനാ? അത് രാജേശ്വരി അമ്മ, മനുവേട്ടൻ്റെ അമ്മ. എനിക്ക് അവരെ പേടിയാ. മനു കൂടെ ഉള്ളപ്പോൾ നീ എന്തിനാ അവരെ പേടിക്കുന്നത്? അവർ കുറച്ച് ഡേഞ്ചറാ. ഒരേ ഒരു മകൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണ് എങ്ങനെയായിരിക്കണമെന്ന് അവർക്ക് ഒരുപാട് സ്വപ്നം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് ഞാൻ. മനുവേട്ടൻ്റെ വാശിക്ക് മുന്നിൽ അവർ മൗനായി നിന്നത് മകനെ തിരുത്താൻ കഴിയാത്തതുകൊണ്ടാ. എൻ്റെ കാര്യത്തിൽ ആ അമ്മ എന്തു പറഞ്ഞാലും മനുവേട്ടൻ അനുസരിക്കാത്തതുകൊണ്ട്. ആ മൗനം ഒരിക്കലും ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള സമ്മതമായിരുന്നില്ല. എന്നെ ആ അമ്മ മകന് ഭാര്യയായി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയായാലും അത് നടത്തും. മനുവേട്ടൻ പോലും നിസ്സഹായനാവുന്ന രീതിയിൽ. നീ അവരുടെ മകൻ്റെ ഭാര്യയാവുന്നതിൽ അവരിത്രയും ശക്തിയായി എതിർക്കുന്നതെന്തിനാ? അവരുടെ സങ്കല്പത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നതെന്താ? പണോ? പണം ഒരു കാരണമാണ്. പിന്നെ എൻ്റെ അമ്മാവൻ്റെ ക്രഷായിരുന്നു. പക്ഷേ മുത്തശ്ശനും സമ്മതിച്ചില്ല. പിന്നെ രാജേശ്വരി അമ്മയുടെ വീട്ടുകാർ മാഷിൻ്റെ ആലോചന വന്നപ്പോൾ ഗവൺമെൻറ് ജോലിയല്ലേന്ന് വിചാരിച്ച് പ്രായക്കൂടുതലൊന്നും നോക്കാതെ കല്യാണം നടത്തി. അതിൻ്റെ ദേഷ്യമുണ്ട്. ചെന്ന് കണ്ട് സംസാരിച്ചു നോക്ക്. മനു എന്താ പറയുന്നതെന്നറിയാലോ. അവൾ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. നീ വിഷമിക്കാതെ. നിന്റെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞില്ലേ. ഞാനും ഒരു ഡേഞ്ചറാ, അത് നിനക്കറിയാലോ. അവൾ അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചു. ഈ ചിരി ഇങ്ങനെ മായാതെ എപ്പോഴും നിന്റെ മുഖത്തുണ്ടാവണം. മരുന്ന് കഴിച്ചില്ലേ നീ? പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി, പഠിച്ചോ എന്ന് പറഞ്ഞ് ദേവൻ അവിടുന്ന് പോയി. ദേവൻ പോയി കഴിഞ്ഞ് ഡോർ അടച്ചു നിന്ന് അവൾ ചിന്തിച്ചു. മഹാദേവ, എങ്ങനെ ഞാൻ അവിടേക്ക് പോവുക? മനുവേട്ടനുമായുള്ള വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ അനുഭവിച്ചതൊക്കെ ഞാൻ എങ്ങനെ ഒരാളോട് തുറന്നു പറയും? ഞാൻ പറയുന്നതെല്ലാം ആരെങ്കിലും വിശ്വസിക്കുമോ? തളർച്ചയോടെ അവൾ ബെഡിലിരുന്നു. പിറ്റേന്ന് രാവിലെ അവൾ ഓഫീസിലേക്ക് പോയി. രവിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായതിനാൽ ദേവൻ രവിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ഭാനു രാമേട്ടൻ്റെ കൂടെ കിച്ചണിൽ സഹായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ചോദിച്ചു. ഗൗരിക്ക് എന്തുപറ്റി രാമേട്ട? 2 ദിവസമായി വലിയ ഉഷാറില്ല. ഞാനും ശ്രദ്ധിച്ചു. എന്തുപറ്റി അറിയില്ല. ദേവനുമായി വഴക്കിട്ടിട്ടുണ്ടാവുമോ? കുഞ്ഞു വഴക്കിടാൻ ചെന്നാൽ ആ കുട്ടി വെറുതെ ഇരിക്കുമോ? അതുകൊണ്ട് അതാവാൻ വഴിയില്ല. മറ്റെന്തോ മനോവിഷമമുണ്ട്. നല്ല സന്തോഷത്തിലായിരുന്നു. പെട്ടെന്ന് ഇപ്പം ഇങ്ങനെയായി. ചിലപ്പോൾ സുഭാഷ് ആ കുട്ടിയോട് ചെയ്ത കാര്യം ആലോചിച്ചായിരിക്കുമോ? പറയാൻ പറ്റില്ല. ചിലപ്പോൾ അതാകാം. എന്നാലും ആ കുട്ടി വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കണം. ദേവനുമായി വഴക്കിട്ടിട്ടായിരിക്കുമെന്നാ ഞാൻ പേടിച്ചത്. ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗൗരി സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട് ദീപ ചോദിച്ചു. എന്തുപറ്റി ഗൗരി? ഒരു സന്തോഷമില്ലല്ലോ. ഒന്നുമില്ല ചേച്ചി, ചേച്ചിക്ക് തോന്നുന്നതാ. എൻ്റെ തോന്നലൊന്നല്ല. ഇന്നലെ വൈകുന്നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ. മുഖത്തിന് നല്ല വാട്ടുണ്ട്. നിനക്ക് സുഖമില്ലേ? ഹോസ്പിറ്റലിൽ പോണോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല ചേച്ചി. ഹോസ്പിറ്റലിലൊന്നും പോകണ്ട. ഞാൻ ചേച്ചിയോട് ഒരു കാര്യം ചോദിക്കട്ടെ? എന്തേ? ചോദിക്ക്. ഞാൻ 2-3 ദിവസം ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിന്നോട്ടെ? 2-3 ദിവസമല്ല, നിനക്ക് എത്ര ദിവസം വേണമെങ്കിലും അവിടെ വന്ന് നിൽക്കാം. പക്ഷേ മഹേന്ദ്രത്തിൽ എന്ത് ബുദ്ധിമുട്ടാണ് നിനക്കുള്ളത്? അവിടെ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല. നാട്ടിൽ നിന്ന് അമ്മാവൻ്റെ എഴുത്തുണ്ടായിരുന്നു. അടുത്ത ആഴ്ച അവിടെ ഒരു പൂജയുണ്ട് തറവാട്ടിൽ. എനിക്ക് അവിടെ പോവാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ പോകാൻ അവർ നിർബന്ധിക്കുക. ആര്? രവിയോ? ഞാൻ അവനെ വിളിച്ച് സംസാരിക്കണോ? അയ്യോ വേണ്ട, വിളിച്ച് സംസാരിക്കൊന്നും വേണ്ട. അടുത്ത ആഴ്ച ഞാൻ നാട്ടിൽ പോവാണെന്ന് പറഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ വന്ന് നിൽക്കട്ടെ? അത്രേ ഉള്ളോ കാര്യം? അതിനെന്താ, നീ വന്നോ. ഗൗരിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. താങ്ക് യു ചേച്ചി. പക്ഷേ അവരോടൊന്നും പറയരുത്. ഞാൻ ആരോടും പറയില്ല. ചേച്ചി വേണമെങ്കിൽ ഓഫീസിലേക്ക് വന്നോളൂ. ഞാൻ തനിയെ വീട്ടിലിരുന്നോളാം. എനിക്ക് ഒട്ടും താല്പര്യമില്ല ഇപ്പം നാട്ടിൽ പോവാൻ. അതുകൊണ്ടാ. നീ ഇപ്പോൾ കുറേ ആയില്ലേ അവിടുന്ന് പോന്നിട്ട്? പിന്നെന്താ ഒന്ന് പോയാൽ? ആ പൂജയ്ക്ക് തറവാട്ടിൽ എല്ലാവരും വരും. എനിക്ക് വയ്യ അവരുടെ ഒന്നും ഇടയിലേക്ക് ചെല്ലാൻ. ദീപ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാ നീ വീട്ടിലേക്ക് വരുന്നത്? അടുത്ത വ്യാഴാഴ്ചയെ പൂജ. ബുധനാഴ്ച ഇവിടുന്ന് പോണം. വ്യാഴാഴ്ച രാത്രി പൂജ കഴിഞ്ഞ് വെള്ളിയാഴ്ച തന്നെ അവിടുന്ന് പോരും. അത്രയും ദിവസം ഞാൻ ചേച്ചിയുടെ വീട്ടിലുണ്ടാവും. നീ എത്ര ദിവസം വേണമെങ്കിലും നിന്നോ. എനിക്കൊരു വിരോധമില്ല. നീ എൻ്റെ അനിയത്തിയല്ലേ.
ദീപ കഴിച്ചെഴുന്നേറ്റപ്പോൾ ഗൗരി അവിടെ ഇരുന്ന് ചിന്തിച്ചു. മഹാദേവ, ആ പ്രശ്നം അങ്ങനെ സോൾവായി. തിരികെ മഹേന്ദ്രത്തിലേക്ക് ചെന്ന് മനുവേട്ടനെ കാണാൻ കഴിഞ്ഞില്ലെന്ന് പറയാം. കൂടുതൽ ഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ മനുവേട്ടൻ്റെ നമ്പറിലേക്ക് വിളിക്കാം. എന്നിട്ട് സംസാരിച്ചു നോക്കാം. മഹാദേവൻ എന്താ തീരുമാനിച്ചിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ മനുവേട്ടനുമായി ഒന്നിക്കാൻ ഇപ്പോഴായിരിക്കും മഹാദേവൻ നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും ദേവേട്ടനോട് മനുവേട്ടനെക്കുറിച്ച് പറയാൻ തോന്നിയതും ദേവേട്ടൻ അവിടേക്ക് പോകാൻ നിർബന്ധിക്കുന്നതും. എന്തായാലും എനിക്കിപ്പോൾ അവിടേക്ക് പോകാൻ കഴിയില്ല. ഞാൻ ഇവിടെ ഉണ്ടെന്ന് മനുവേട്ടൻ അറിഞ്ഞാൽ മനുവേട്ടൻ ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ മനുവേട്ടൻ്റെ കൂടെ എനിക്ക് അവിടേക്ക് പോകേണ്ടി വരും. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രവി വാക്കറിൽ നടക്കുന്നത് കണ്ട് സന്തോഷത്തോടെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് പറഞ്ഞു. പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയല്ലോ. വേഗം ഓടിച്ചാടി നടക്കാൻ തുടങ്ങിക്കോ. അനീതയുടെ കല്യാണം വരുന്നത്. ആ, അതിനുള്ള പ്രാക്ടീസ് തന്നെയാ. പ്രാക്ടീസ് കൂടെയും വേണ്ട, കുറച്ചൊക്കെ റെസ്റ്റും വേണം. ഇത്രയും ദിവസം റെസ്റ്റ് തന്നെ ആയിരുന്നില്ലേ? കുറച്ച് ദിവസം കൂടെ റെസ്റ്റ് എടുക്കൂ. ഇപ്പം തന്നെ സ്ട്രെയിൻ ചെയ്യണ്ട. മോള് പോയി കുളിച്ചിട്ട് വായോ, ചായ എടുത്തു വയ്ക്കാം എന്ന് പറഞ്ഞ് രാമേട്ടൻ അവിടേക്ക് വന്നു. ഇപ്പോൾ വരെ രാമേട്ടാ എന്ന് പറഞ്ഞ് ഗൗരി അവിടുന്ന് പോയി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. തോന്നിയതാവും എന്തെങ്കിലും വിഷമമുണ്ടെന്ന് രാമേട്ടൻ ചിന്തിച്ചു. രാത്രി ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ടേബിളിൽ രവിയും കൂടെ ഇരുന്നു. എത്ര ദിവസമായി റൂമിനുള്ളിൽ തന്നെ. വല്ലാതെ ബോറടിച്ചു. ഈ രവിയേട്ടന് എന്തെങ്കിലും ജോലി കൊടുക്കണം ദേവേട്ടാ. വെറും മടിയനാ. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്താ ജോലിയല്ലേ? എന്ത് ജോലി? ദേവേട്ടൻ്റെ പുറകെ നടക്കുന്നതോ? അതൊരു ജോലിയല്ല. 10-25 വയസ്സായില്ലേ? പെണ്ണ് കെട്ടാറായി. പെണ്ണിൻ്റെ വീട്ടുകാർ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ എന്തു പറയും? ഒരു ബിസിനസ് ഉണ്ട്, അയാളുടെ പുറകെ നടക്കുകയാണെന്നോ? പറയാൻ ഒരു ഡെസിഗ്നേഷനുള്ള ജോലി വേണം. നീ എനിക്ക് പണി തരുകയാണോ? ആ, പണി തരാമെന്ന് വച്ചോ. സാർ, ഇവൾ പറയുന്നതൊന്നും കേൾക്കല്ലേ. ഇവൾക്ക് അസൂയേ? പണി കൂടുതൽ കിട്ടിയതിൻ്റെ അസൂയ. അതെ, എനിക്ക് അസൂയൊന്നുമില്ല. താഴെ ഗോഡൗണിൽ നിന്ന് മെറ്റീരിയൽസിൻ്റെ സപ്ലൈ ലിസ്റ്റ് സ്റ്റോർ കീപ്പറിൽ നിന്ന് കിട്ടാൻ വല്ലാതെ ബുദ്ധിമുട്ടാ. ഗോഡൗണിൽ നിന്ന് കൊണ്ടുപോകുന്നതിൻ്റെ ലിസ്റ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. സ്റ്റോക്ക് എത്താത്ത മെറ്റീരിയൽസ് ഷോറൂമിൽ നിന്നെടുത്ത് സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും സ്റ്റോർ കീപ്പർക്ക് അറിയില്ല. പല സൈറ്റ് സൂപ്പർവൈസർമാരും അതൊന്നും വിളിച്ചു പറയുന്നില്ല. സൈറ്റിലെ റിപ്പോർട്ട്സും ഗോഡൗണിലെ റിപ്പോർട്ട്സും കൂടെ വെരിഫൈ ചെയ്യുമ്പോൾ മാത്രമേ അറിയുന്നുള്ളൂ. ഒരു മെറ്റീരിയൽ മാനേജർ ഉണ്ടായിരുന്നെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് അയാളോട് ചോദിക്കായിരുന്നു. നീ എനിക്ക് പണി തന്ന് നിന്റെ ജോലി എളുപ്പാക്കാൻ നോക്കുകയാണല്ലേ? എൻ്റെ ജോലി എളുപ്പാക്കാനല്ല, കമ്പനിയുടെ ജോലി എളുപ്പാക്കാനാണ് നോക്കുന്നത്. മിണ്ടാതിരിക്കുന്നുണ്ടോ രണ്ടാളും? കുറേ നേരമായി തുടങ്ങിയിട്ട്. ദേവൻ ഒച്ചയെടുത്തപ്പോൾ രണ്ടാളും മിണ്ടാതിരുന്ന് കഴിക്കാൻ തുടങ്ങി. ബുധനാഴ്ച ഗൗരി നാട്ടിൽ പോവുകയാണെന്ന് അറിയാവുന്നതുകൊണ്ട് ദേവൻ ഓഫീസിൽ പോയില്ല. രാവിലെ ഗൗരി ദീപയുടെ വീട്ടിൽ പോകാൻ റെഡിയായി അവളുടെ റൂമിൽ നിന്ന് വന്ന് രാമേട്ടനോട് രവിയോട് യാത്ര പറഞ്ഞു. വേഗം എത്താൻ നോക്കണേ മോളെ. 2-3 ദിവസം രാമേട്ടാ, അത് കഴിഞ്ഞ് ഞാൻ എത്തും. സ്വന്തം നാട്ടിലേക്കല്ലേ പോകുന്നത്? ഒരാഴ്ച അവിടെ നിന്നിട്ട് പോന്നാൽ പോരെ? രവി ചോദിച്ചു. ആ നാട് മാത്രമേ സ്വന്തമായുള്ളൂ. വീട് സ്വന്തമല്ല. അതുകൊണ്ട് എന്തിനാണോ പോകുന്നത് അത് കഴിയാ തിരിച്ചു പോരുക. അവരുടെ സംസാരം ശ്രദ്ധിച്ച് ലിവിംഗ് റൂമിൽ സെറ്റിൽ ഇരുന്നിരുന്ന ദേവൻ അവരുടെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്ന് ഗൗരിയോട് ചോദിച്ചു. നീ പോയി തിരിച്ചു വരാൻ 3-4 ദിവസം എടുക്കുമല്ലോ. ഈ ചെറിയൊരു ബാഗ് മതിയോ? ഇതൊക്കെ മതി. എന്നാതാ കാറിലേക്ക് വയ്ക്കാം. ഞാനും വരുന്നു നിന്റെ കൂടെ എന്ന് ദേവൻ പറഞ്ഞതും ഞെട്ടലോടെ ഗൗരി സ്തംഭിച്ചു നിന്നു.